ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ നീതിക്കായി കുടുംബം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 3 കൊല്ലം തികയുകയാണ്. കുറ്റാരോപിതനായ അർജുനെ കോടതി വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതി നൽകിയ അപ്പീലിൽ ഇതുവരെ വാദം തുടങ്ങിയിട്ടില്ല. കേസ് ഫയൽ ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ടും സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ മനസ്സിലാക്കുന്നത്. 2021 ജൂൺ 30-നാണ് നാടിനെ നടുക്കിയ കൊടും ക്രൂരത നടക്കുന്നത്. സംഭവത്തിൽ കഴിഞ്ഞ ഡിസംബർ 14-നായിരുന്നു വിചാരണ കോടതിയുടെ വിധി. പ്രതിയായിരുന്ന അർജുനെ വെറുതെ വിട്ടു എന്ന വിചാരണ കോടതിയുടെ ഒറ്റവാക്കിലെ വിധി പ്രസ്താവം കേട്ടു നിന്നവരെ പോലും ഞെട്ടിച്ചു. എന്നാൽ അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിപ്പകർപ്പിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. തുടർന്ന് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോൾ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് ഉറപ്പ് നൽകി. ഇതിനായി സർക്കാരിന്റെ ആവശ്യപ്രകാരം 3 അഭിഭാഷകരുടെ പേര് കുടുംബം സർക്കാരിന് സമർപ്പിച്ചു. എന്നാൽ 5 മാസം കഴിഞ്ഞിട്ടും നിയമനം നടത്തിയിട്ടില്ല. വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കൈമാറിയിരിക്കുന്നത്. ഡിസംബർ 14-ാം തീയതിയാണ് വിധി ഉണ്ടായത്. ആ വിധി ഞങ്ങൾക്ക് മാത്രമല്ല ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിധിയാണ്. പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ളൊരു വിധിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിധി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോൾ സർക്കാർ ആണ് ഈ കേസ് നടത്തുന്നത്. അപ്പോൾ ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന അംബിയാദേവി എന്ന് പറഞ്ഞ ഒരു പ്രോസിക്യൂട്ടറാണ്. അവർ ഇതുവരെ തന്നെ നമ്മളെ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്തൊരു നടപടിയാണ് ചെയ്തിരിക്കുന്നത്. 6 മാസം പിന്നിട്ടു, എന്നിട്ടും ഒരു വായ്ദ പോലും നടന്നിട്ടില്ല. ഇതിനിടെ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുനും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവും ഇവരെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ വാർത്ത കാണുവാണെങ്കിൽ ഇത് ഒന്ന് സ്പീഡപ്പാക്കാനായിട്ട് നടപടി എടുക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അവർക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യവും ജോലിയും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കമ്മിറ്റി ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ 2 പ്രാവശ്യം അവിടെ നേരിട്ട് ഫോണിൽ കൂടി വിളിച്ച് പറയുകയും ചെയ്തു. ഓൺലൈനിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ലാതെ തന്നെ നേരിട്ടും കത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഒരു നടപടി ഒന്നും തന്നെ ആയിട്ടില്ല. നമുക്ക് ഒന്നാമത് തന്നെ ഈ കേസ് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്കൊരു സങ്കടത്തിരിക്കുമ്പോൾ ആ പ്രതിയുടെ കുടുംബം കൂടെ നമ്മുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സ്ഥിതി? പോലീസിന്റെ വീഴ്ച മൂലമാണ് വിചാരണ കോടതിയിൽ പ്രതി രക്ഷപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് കുടുംബത്തിന്റെ വിശ്വാസം. 24 ഇടുക്കി.